എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള അതേമാതിരി തന്നെ കളർഫുൾ ആയിട്ടുള്ളതും അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ബീറ്റ്റൂട്ട്, ക്യാരറ്റ്, ചീരടല ഇതെല്ലാം ചേർത്തിട്ട് ഉണ്ടാക്കുന്ന ദോശയും ചട്നി, അതേമാതിരി പാലക്കാടൻ ഉള്ളിച്ചമ്മന്തി, ഇതെല്ലാം ഇന്നത്തെ റെസിപ്പി. അപ്പോൾ നമുക്ക് ഇത് പാലക്കാടൻ ഉള്ളിച്ചമ്മന്തിക്ക് ഒന്നേ ഉള്ളൂ. ഉള്ളി, മുളക്, കുറച്ച് പുളി എല്ലാം കൂടി എണ്ണയിൽ വഴറ്റിയിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. ഇത് ചട്നി ഇഞ്ചി, പച്ചമുളക്, പൊട്ടുകടല, നാളികേരം, മുളക് ഇതെല്ലാം കൂടി അരച്ചിട്ട് എടുത്ത ചട്നിയാണ്. അപ്പോൾ പിന്നെ ദോശ, വെറൈറ്റി ദോശ. ഇത് കുട്ടികളൊക്കെ ബീറ്റ്റൂട്ട്, ക്യാരറ്റ് ഒക്കെ കഴിക്കാൻ ഭയങ്കര മടിയായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർക്ക് കളർഫുൾ ദോശയായിട്ട് എല്ലാവരും നന്നായി ഇഷ്ടപ്പെട്ട് കഴിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ 4 പ്രാവശ്യം കഴുകി തേക്കിയതിന് ശേഷം എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഒരു 6 മണിക്കൂർ കുതിർക്കാൻ വയ്ക്കാം. എന്നിട്ട് നമുക്കിത് അരക്കണം. നമ്മളെ മാവ് വെള്ളത്തിലിട്ട് കുതിർന്നതിന് ശേഷം അരച്ചെടുത്തതാണ് കേട്ടത്. ഇനി അതിന് വേണ്ട ഉപ്പിട്ടിട്ട് ഇളക്കി വയ്ക്കാം. ഞാനിവിടെ കല്ലുപ്പാണ് ഇടുന്നത്. ഉപ്പിട്ടിട്ട് നമുക്ക് മാവ് ഇളക്കി വയ്ക്കാം. നല്ലോണം കൈ കൊണ്ട് തന്നെ ഇളക്കണം കേട്ടോ. അപ്പോഴാണത് നല്ല സ്മൂത്തായിട്ട് വരുന്നത്. എയർ ബബിൾസൊക്കെ പോകണമാതിരി നന്നായി ഇളക്കണം. നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി ഇതാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് ഇങ്ങനെ അടച്ചു വയ്ക്കാം. ഇനി ഒരു നൈറ്റ് ഇതിൻ്റെ ഇരുന്ന് പുളിച്ചതിന് ശേഷം രാവിലെയാണ് കേട്ടോ അത് ഉണ്ടാക്കുന്നത്. നമുക്കത് അടച്ചു വയ്ക്കാം. ഇപ്പോൾ നമ്മൾ ഇന്നലെ അരച്ച് വെച്ചിരിക്കുന്ന മാവ് നിറഞ്ഞു വരുമ്പോഴുണ്ട് ഞാൻ വേറൊരു പാത്രത്തേക്ക് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ, ഇന്നലെ 3/4 ഭാഗം ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോൾ ഇത് നല്ലോണം നിറഞ്ഞു വന്നിട്ടുണ്ട്. കണ്ടോ, നമ്മൾ ഇന്നലെ അരച്ച മാവ്. ഇതിൽ ചോറോ അവിലോ ഒന്നും ചേർത്തിട്ടില്ല. വെറും പൊന്നി പുഴുങ്ങലരിയാണ് കേട്ടോ. പുഴുങ്ങലരി ഉഴുന്നുമില്ല, അത്രയും കണ്ടോ, നല്ല സ്മൂത്തും ആയിട്ടുണ്ട്. ഇനി നമുക്കിത് 3 പാത്രത്തിലേക്ക് ആക്കിയിട്ട് 3 തരം ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പാലക്ക് ചീര, ഇത് 3 ഉപയോഗിച്ചാണ് 3 കളർഫുൾ ദോശയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. ഹെൽത്തിയാണ് താനും, എന്നാൽ കളർഫുള്ളായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് 3 പാത്രത്തിലേക്കായിട്ട് കുറച്ച് മാവ് ഒഴിക്കാം. എന്നിട്ട് ഓരോന്നിലേക്കും നമ്മൾ അരച്ചിട്ടുള്ള ഇത് ചേർക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ഇതാ കുറച്ച് എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് കുറച്ച് ഒഴിക്കാം. അപ്പോൾ നമ്മളിത് 3 പാത്രത്തിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം ക്യാരറ്റും, ഒരു വെളുത്തുള്ളി, 1 സ്പൂണ് ജീരകം, ഇത് 3 കൂടിയാണ് അരയ്ക്കുന്നത്. 1/2 സ്പൂൺ ജീരകം, 1 സ്പൂൺ ജീരകം കൂടി ചേർത്തി അരച്ചെടുക്കാം. ഒരു പച്ചമുളകും ചേർക്കുന്നുണ്ട് കേട്ടോ. നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. നമ്മളിതാ ഇത് അരച്ചത് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നു കേട്ടോ. ഇതൊക്കെ മിക്സിങ് നമ്മുടെ ഇഷ്ടത്തിന്, ചിലപ്പോൾ നാളികേരം വേണമെങ്കിൽ ചേർക്കാം. അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് വെളുത്തുള്ളിക്ക് പകരം അവർക്ക് ഇഷ്ടമുള്ള ചേർക്കാം കേട്ടോ. ബീറ്റ്റൂട്ട് ഇതൊന്ന് പൊടിച്ചതിന് ശേഷം പിന്നെ വെള്ളം ഒഴിച്ചിട്ട് അരച്ചാൽ മതി കേട്ടോ. ഒരു വെളുത്തുള്ളി, ഒരു പച്ചമുളക്, അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള എരിവിനനുസരിച്ച് ചേർത്തിയാൽ മതി കേട്ടോ. അപ്പോൾ അതാ നമ്മൾ ബീറ്റ്റൂട്ടും അരപ്പ് തയ്യാറായിട്ടുണ്ട്. നല്ല സ്മൂത്തായിട്ട് അരയ്ക്കണം കേട്ടോ. അതും ചേർത്ത് കൊടുക്കും. പാലക്ക് 2 വിധത്തിൽ ചെയ്യാം. പച്ചക്ക് ഇങ്ങനെ അരച്ചിട്ടും ചെയ്യാം. നമ്മൾ ഒന്ന് തിളപ്പിച്ച വെള്ളത്തിലിട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ ഇത് ദോശ വേവുമ്പോൾ അത് വെന്തോളുമല്ലോ. അത് കാരണം ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ കേട്ടോ. പച്ചക്ക് തന്നെ ചെയ്യാം നമുക്ക്. കുറച്ചായിട്ട് അരച്ചെടുക്കണം, അല്ലെങ്കിൽ തെറിക്കും കേട്ടോ. അപ്പോൾ അതുകൂടി ചേർക്കാം. അപ്പോൾ നമ്മുടെ 3 കളർ ദോശയ്ക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആദ്യം ബീറ്റ്റൂട്ട് ദോശ ഉണ്ടാക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. നല്ല റെഡിഷ് കളറായിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് ഓരോ ദിവസം ഓരോ ദോശ ഉണ്ടാക്കി കൊടുത്താൽ ബീറ്റ്റൂട്ട് കഴിക്കാത്തവർക്കൊക്കെ ദേഹത്തേക്ക് ചെല്ലും ചെയ്തോളും. നല്ല കളർഫുള്ളായിട്ട് അവർ ഹാപ്പിയായിട്ട് കഴിച്ചോളൂ. നമുക്ക് ദോശ, ബീറ്റ്റൂട്ട് ദോശ എണ്ണ തടവിയിരിക്കുന്നു. ഇനി കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കാം. ചൂട് കഞ്ഞിയിരിക്കുന്നു.
നമുക്ക് ദോശ ഒരു സ്പൂൺ നെയ്യ് അപ്പം നമ്മുടെ ദോശ നല്ല രണ്ട് ഭാഗം അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ദോശ കേട്ടോ. ഇനി അടുത്തത് മാവ് മിക്സ് ചെയ്യാം. ക്യാരറ്റ് ദോശ കേട്ടോ. ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ കളർഫുള്ളായിരിക്കുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാവും ചെയ്യും. ക്യാരറ്റും ബീറ്റ്റൂട്ടൊന്നും കഴിക്കാത്തവർ ഈ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ അവർ സുഖമായി കഴിക്കുകയും ചെയ്തോളും. നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി എണ്ണ നെയ്യോ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. അടുത്തത് ഗ്രീൻ ദോശ. പാലക്ക് ചീര ഉപയോഗിച്ചിട്ടുള്ള മാവ് കലക്കി യോജിപ്പിച്ചിട്ടുണ്ട്. കണ്ടോ, ഓട്ട ഓട്ട വന്നിട്ട് നല്ല സ്മൂത്ത് മാവാണ് കേട്ടോ. സ്പൂൺ നെയ്യ് ഒഴിക്കാറുണ്ട്. അപ്പോൾ നമ്മുടെ 3 കളർഫുൾ ദോശയും ഇങ്ങനെ ചെറിയ ചെറിയ ദോശ ആക്കിയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊടുത്തേക്കാനും എല്ലാം നന്നാവും കേട്ടോ. ഹെൽത്തി ആയിരിക്കും ചെയ്യും, കളർഫുള്ളായിരിക്കും ചെയ്യുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും.